നന്നായി സംസാരിക്കാൻ കഴിയുക എന്നത് മനുഷ്യന് ഉള്ളൊരു ക്വാളിറ്റിയാണ്. സംസാരിക്കാൻ കഴിയുക. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കാം? നല്ല രീതിയിൽ എങ്ങനെ ആളുകളുമായി സംസാരിക്കാം? അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ആളുകളുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇത് ഒരല്പം ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം സംസാരിക്കുക, ആളുകളുമായി കണക്ട് ചെയ്യുക എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ല്, ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമുള്ളൊരു കഴിവാണ് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ കഴിയുക എന്നത്. ഈ ക്വാളിറ്റി ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ ജീവിതത്തിൽ പല മേഖലകളിലും വളരെയധികം വിജയം കൈവരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുപാട് നല്ല ക്വാളിറ്റി ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന്, സമാധാനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, ഈ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും. ഇത് നിങ്ങൾ പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ പല മേഖലകളിലും നിങ്ങൾ വലിയ പരാജയമായി മാറും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിധിയാണ് സംസാരിക്കാൻ കഴിയുക എന്ന ക്വാളിറ്റി. അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അതിനെ അവഗണിക്കുകയാണെങ്കിൽ, അത് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ നിങ്ങൾ അതിനെ പരിഗണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയരുന്നതിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ചിന്തിച്ചേക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സംസാരിക്കുക എന്നതെങ്ങനെ ജീവിതത്തിൻ്റെ വളർച്ചയുമായിട്ട് ബന്ധം? ഒരു പക്ഷേ ജോലിയിൽ സഹായിച്ചേക്കാം. എന്നല്ലാതെ ഇതിനപ്പുറം കമ്മ്യൂണിക്കേഷൻ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ? ചിന്തിച്ചേക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ, അസ്വസ്ഥത ഉളവാക്കുന്ന ചിന്തകളെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ, ടെൻഷൻ, സ്ട്രെസ്സ് ഇതൊക്കെ കുറയ്ക്കണം എങ്കിൽ, അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ ഭാരം കുറയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം എങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ സാധിക്കും. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെയൊക്കെ താളത്തിൽ കൊണ്ടുപോകാൻ, മനസ്സിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ മറ്റുള്ള ആളുകളുമായി കണക്ട് ചെയ്യണം, ആളുകളുമായി സംസാരിക്കണം, തുറന്ന് സംസാരിക്കാൻ പഠിക്കണം. എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ട എന്ന് മനസ്സിലാക്കാൻ പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയി കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ജീവിച്ച ജീവിതമായിരിക്കില്ല നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുക. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രാസംഗികനാവുക എന്നതല്ല, ഒരുപാട് സുഹൃത്ത് വലയം ഉള്ള ഒരു വ്യക്തിയായി മാറുക എന്നതല്ല. എന്നാൽ നമ്മുടെ ആശയങ്ങൾ നമുക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക, നമ്മളുടെ ആശയങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ എത്തിക്കുക, അവർക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക എന്നതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട ചില ക്വാളിറ്റീസ് നിങ്ങൾ മനഃപൂർവ്വം, ബോധപൂർവം പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ സഹായിക്കുന്നത്. ഇത് സ്വായത്തമാക്കിയാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും.
എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന രീതിയേക്കാൾ കൂടുതൽ വളരെ ഇഫക്റ്റീവായി ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടതുണ്ട്. ഒരുപാട് വാക്കുകൾ വേണം. എനിക്ക് നല്ല വായനാശീലം വേണം. വാക്കുകൾ വളരെ മനോഹരമായി ഉപയോഗിക്കാനുള്ള പ്രത്യേക ഒരു സ്കില്ല് വേണം. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം. പക്ഷേ അതിനേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകൾക്കും എനർജി ഉണ്ട്. നല്ല എനർജിയോടുകൂടെയുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. എനർജി ഇല്ലാതെ സംസാരിക്കുന്ന വാക്കുകൾ ഹൃദയത്തിലേക്കോ അല്ലെങ്കിൽ കാതിലേക്ക് പോലും വരില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഒരുപാട് എനർജി ഉപയോഗിച്ച്, പവർ ഉപയോഗിച്ച് സംസാരിക്കുക എന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് സംസാരിച്ച് നോക്കൂ. ഇതാണ് നമ്പർ 1 ഇംപ്രൂവ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന ആ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കൂ. അപ്പോൾ പലപ്പോഴും ചിന്തിക്കാം, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുമോ, ആശയങ്ങൾ ലഭിക്കുമോ, ചിന്തകൾ മനസ്സിലേക്ക് വരുമോ എന്നൊക്കെ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന ആ ശബ്ദത്തിലേക്ക്, അതിലേക്ക് പരിപൂർണ ശ്രദ്ധ കൊടുത്ത് സംസാരിക്കുക. നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കും, കണ്ണുകളിലേക്ക് ഇടയ്ക്ക് നോക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക. അതങ്ങനെ തന്നെ പോട്ടെ. അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നിങ്ങൾ സംസാരിക്കുന്ന ആ ശബ്ദത്തിലേക്ക്, നിങ്ങൾ സംസാരിക്കുന്ന ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ച് ഒന്ന് സംസാരിച്ച് നോക്കൂ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടെ അല്പനിമിഷങ്ങൾക്കുള്ളിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്പ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ സംസാരം കേൾക്കുന്ന വ്യക്തി നിങ്ങളിൽ പരിപൂർണ ശ്രദ്ധ അർപ്പിക്കുന്നതും നിങ്ങൾ പറയുന്ന കാര്യം പരിപൂർണമായും അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്കും ഹൃദയത്തിലേക്കും ഇറങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും. പക്ഷേ ഇത് അത്ര എളുപ്പമാണോ? തുടക്കത്തിൽ എളുപ്പമല്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ശബ്ദത്തിലേക്കോ വാക്കുകളിലേക്കോ ശ്രദ്ധിക്കാറില്ല. നമ്മളിങ്ങനെ റാൻഡമായി സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലേക്ക് എന്ത് ആശയമാണോ വരുന്നത്, നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുമായി അതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശബ്ദത്തെ ശ്രദ്ധിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു പ്രാക്ടീസ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. തുടക്കത്തിൽ ഒരല്പ നിമിഷങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിന് സാധിക്കുക. എന്നാൽ പ്രാക്ടീസിലൂടെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഏതൊരു വ്യക്തിയോടാണോ സംസാരിക്കുന്നത്, കൂടുതൽ സമയം നിങ്ങളുടെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാക്കുകൾക്ക് ഊർജം ലഭിക്കുകയും നിങ്ങളുടെ വാക്കുകൾക്ക് എനർജി ലഭിക്കുകയും അത് കേൾക്കുന്ന വ്യക്തിയിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആശയം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. കൃത്യതയോടുകൂടെ, ക്ലാരിറ്റിയോടുകൂടെ, ഫോക്കസോടുകൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ കേൾവിക്കാരന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിലേക്ക്, നിങ്ങളുടെ സംഭാഷണത്തിലേക്ക്, അതിൻ്റെ ശബ്ദത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് സംസാരിക്കുക. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഒരു തരം മെഡിറ്റേഷൻ കൂടെയാണിത്. ആ സമയത്ത് കഴിഞ്ഞ കാലത്തിലേക്കോ വരാനിരിക്കുന്ന കാലത്തിലേക്കോ അല്ല നമ്മുടെ ശ്രദ്ധ പോവുക. നമ്മൾ സംസാരിക്കുന്ന ആ കാര്യത്തിലേക്കായിരിക്കും. പിന്നീട് നമ്മുടെ സംസാരം നമ്മൾ തന്നെ ആസ്വദിക്കുവാൻ തുടങ്ങും. നമ്മുടെ സംസാരം നമ്മൾ തന്നെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ കേൾവിക്കാരനും ആസ്വാദനം ലഭിക്കും. കേൾവിക്കാരനും വളരെയധികം സന്തോഷം ലഭിക്കും. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ശബ്ദത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ആ ശബ്ദത്തിലൂടെ, ആ വാക്കുകളിലൂടെ നിങ്ങൾ പാസ് ചെയ്യുന്നത് എനർജിയാണ്. എനർജിയുള്ള വാക്കുകളെ ഒരിക്കലും ആർക്കും തട്ടിമാറ്റാൻ സാധിക്കില്ല.
അത് കൃത്യമായി എത്തേണ്ടിടത്ത് തന്നെ എത്തും. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ സംസാരത്തെ ശ്രദ്ധിക്കും. നിങ്ങളുടെ ശബ്ദം കൂടുതൽ മനോഹരമായി മാറും. നിങ്ങൾക്ക് ശബ്ദം ഉറച്ചതായി സംസാരിക്കുവാനും പതുക്കെ സംസാരിക്കുവാനും താളത്തിൽ കൊണ്ടുപോകാനൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും. അങ്ങനെ നിങ്ങളുടെ സംസാരത്തെ തന്നെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു ഗെയിം പോലെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിച്ച് സംസാരിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല ആശയങ്ങൾ, നൂറായിരം നല്ല നല്ല ആശയങ്ങൾ, കൃത്യതയാർന്ന ചിന്തകളൊക്കെ വരികയും അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില സമയത്ത് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ പിടിച്ച് സംസാരിക്കുന്നു. നമുക്കും ഒരു വ്യക്തത കിട്ടുന്നില്ല, കേൾക്കുന്ന ആൾക്കും ഒരു വ്യക്തത കിട്ടുന്നില്ല. മനസ്സ് മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, സംസാരം മറ്റൊരു വഴിക്ക് പോകുന്നു. ചിലപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം, വരാനിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം, കംപ്ലീറ്റ് ആക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം, സംസാരം ഇങ്ങനെ മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ടാവും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കേൾവിക്കാരന് വളരെയധികം അരോചകമാവും. ഒരു പക്ഷേ സംസാരിക്കുന്ന നമുക്കും അസ്വസ്ഥത അനുഭവപ്പെടും. എന്നാൽ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മനസ്സ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ്, അറ്റൻഷൻ ആ ശബ്ദത്തിലേക്കായിരിക്കും. അങ്ങനെ പാസ്റ്റിലുമല്ല, ഫ്യൂച്ചറിലുമല്ല, പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിന്ന് സംസാരിക്കുമ്പോൾ കേൾവിക്കാരനത് ആസ്വാദ്യകരമായി മാറും. നിങ്ങൾ വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം, ഇങ്ങനെ ശബ്ദത്തെ ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ചിന്തിക്കണ്ടേ, എനിക്ക് ആശയങ്ങൾ വരണ്ടേ, ഞാൻ സംസാരിക്കാൻ വേണ്ട ടോപ്പിക്ക്, കണ്ടന്റ് എനിക്ക് ലഭിക്കണ്ടേ? അതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് വരും. എന്നാൽ പാസ്റ്റിലും പ്രസൻറ്റിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സമയത്താണ് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ആശയങ്ങൾക്ക് വേണ്ടി മനസ്സിനെ, തലച്ചോറിനെ ബുദ്ധിമുട്ടിക്കേണ്ടത്. നിങ്ങളുടെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് അത്തരമൊരു ആവശ്യം വരില്ല. വളരെ ഫ്ലോ സ്റ്റേറ്റിൽ അനായാസമായി വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ചിന്തകൾ നിങ്ങളുടെ നാവിലേക്ക് വരും, വ്യക്തതയോടെ നിങ്ങൾക്കത് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇനി മുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷണം നടത്തുക. നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ സംസാരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ഇനി കേൾക്കുന്ന വ്യക്തി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ശബ്ദത്തെ ശ്രദ്ധിക്കാം, പരിപൂർണമായും അതിലേക്ക് ഫോക്കസ് കൊടുക്കാം. എന്നാൽ ചില വ്യക്തികളുണ്ട്, സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ അനിയന്ത്രിതമായി ഈ പറഞ്ഞ പോലെ ശ്രദ്ധയില്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം സംസാരം നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അരോചകമായി മാറും. പിന്നീട് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറണം എന്ന് നമ്മൾ ചിന്തിക്കുകയും എങ്ങനെയെങ്കിലും സ്കൂട്ടാവണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവും, ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരുപാട് തള്ളനാണല്ലോ, ഇതൊന്നും കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇങ്ങനെ നിരന്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടുപേരും തമ്മിലുള്ള ശരിയായുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുക. അവിടെ ഒരു വ്യക്തി അസ്വസ്ഥനും, അതായത് കേൾക്കുന്ന നമ്മൾ അസ്വസ്ഥനും, പറയുന്ന ആൾ ഒരു പക്ഷേ എൻജോയ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. നിങ്ങൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ, കുറ്റപ്പെടുത്താതെ ആ പറയുന്ന വ്യക്തിയുടെ സംഭാഷണത്തിലേക്ക് ശ്രദ്ധിക്കുക.
ഇത് അമിതമായി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ നേരിടുന്ന സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാത്തിടത്തോളം ആ വ്യക്തി സംസാരിക്കുന്നു, പിന്നെ നിങ്ങൾ സംസാരിക്കുന്നു, അങ്ങനെയാണല്ലോ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിറ്റുവേഷനിൽ അമിതമായി സംസാരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ ടേണാണ്. ഇനി നിങ്ങൾക്കും സംസാരിക്കണം. അപ്പോഴാണ് സംഭാഷണമാവുന്നത്, കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ വ്യക്തി സംസാരിക്കുന്നതിലേക്ക് ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ശ്രദ്ധിക്കുക. അതൊരു തരം മെഡിറ്റേഷൻ പ്രോസസ്സാണെന്ന് മനസ്സിൽ കണ്ട് നിങ്ങൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പിന്നീട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ചെറിയ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ചോദ്യങ്ങൾ വിശദമായി ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളായിക്കൊള്ളണമെന്നില്ല. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അതെ ശരിയാണ് എന്ന രീതിയിലുള്ള ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളായാലും മതി. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചു കൊടുക്കുക. ഇങ്ങനെ ചോദിക്കാൻ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഇനീഷ്യേറ്റീവ് നമ്മുടെ മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി അദ്ദേഹം സംസാരിക്കുന്നത് വളരെ ഫോക്കസോടുകൂടെ, അറ്റൻഷനോടുകൂടെ കേട്ടിരിക്കണം, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ. അങ്ങനെ കേൾക്കുന്ന അതിൻ്റെ ഇടയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ 2 3 തവണ ചോദ്യങ്ങൾ ശ്രദ്ധയോടുകൂടെ മറ്റ് ചിന്തകളില്ലാതെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം ബോൾ നമ്മുടെ അടുത്തേക്ക് തരികയും നമുക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ ശബ്ദത്തിൽ ശ്രദ്ധിച്ച്, ആ ശബ്ദത്തെ ആസ്വദിച്ച്, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ ശ്രദ്ധിച്ച്, അതിൻ്റെ ഭംഗിയോടുകൂടെ അതിനെ ഉൾക്കൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക. അതിനുശേഷം മറ്റു വ്യക്തി സംസാരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തെ ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിക്കുക. മറ്റു വ്യക്തി സംസാരിക്കുമ്പോൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുക, ചോദ്യം ചോദിക്കുക. ഈ രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന വ്യക്തികൾക്ക് നിങ്ങളോട് നല്ല ഇംപ്രഷൻ ലഭിക്കുകയും അദ്ദേഹം നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസിന് ഭാഗമാവുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്പാൽപമായി നമ്മുടെ സംസാരത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുകയും നമുക്ക് ആളുകളിൽ നല്ലൊരു ഇമ്പാക്റ്റും സ്വാധീനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുവോ നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിർത്താൻ സഹായിക്കും. മനസ്സിന് വളരെ സ്വസ്ഥതയും ശാന്തതയും നൽകാൻ സഹായിക്കും. നിങ്ങളെ തന്നെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും. നിങ്ങൾ മറ്റെന്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു സ്കില്ല് നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ശബ്ദത്തെ ശ്രദ്ധിക്കുക. ഫുൾ അവെയറായി, പരിപൂർണമായും നിങ്ങൾ ആ നിൽക്കുന്ന ആ സിറ്റുവേഷൻ പ്രസൻറ്റ് മൊമെൻറ്റ് അവെയർനെസ്സോടുകൂടെ സംസാരിക്കുക. ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും.